Hi dear friends, Assalamu alaikum, Namaskaram, welcome back to Shiga's Cafe. ഇന്നൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. മലബാർ ഫുഡ് ഫെസ്റ്റിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ് കാണിക്കുന്നത്. ഇന്നലെ ഇവിടെ ജിദ്ദയിൽ ജിദ്ദ മലബാർ അടുക്കള ടീമും ലുലുവും ചേർന്ന് ചെറിയൊരു ഫുഡ് ഫെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസാണ് ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജിദ്ദയിലെ അമീർ ഫവാസ് ലുലുവിൽ വെച്ചായിരുന്നു ഫുഡ് ഫെസ്റ്റ് നടത്തിയിരുന്നത്. നല്ല അടിപൊളി മലബാർ സ്നാക്സും ഡെസേർട്സും ആയിരുന്നു ഫുഡ് ഫെസ്റ്റിൻ്റെ ഹൈലൈറ്റ്. ഫുഡ് ഫെസ്റ്റിൽ പങ്കെടുത്ത മലബാർ അടുക്കള മെമ്പേഴ്സും കോർഡിനേറ്റേഴ്സും ആണ് ഇവർ. അപ്പോൾ നമുക്ക് മലബാർ അടുക്കള ഫുഡ് ഫെസ്റ്റ് എങ്ങനെയുണ്ട് നോക്കാം. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. രാത്രി 8 മണിക്കാണ് ഫുഡ് ഫെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങളൊരു 9 മണിയൊക്കെ ആയപ്പോഴാണ് അവിടെ എത്തിയത്. ഓരോ സ്റ്റാളിലും വെറൈറ്റി ഫുഡാണ് ഉണ്ടായിരുന്നത്. മലബാർ സ്പെഷ്യൽ സ്നാക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം സ്നാക്സാണ് ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. ഞങ്ങളൊരു 2-3 ഐറ്റം സ്നാക്സാണ് ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. മുട്ടമാല, ഉന്നക്കായ, ക്യാരറ്റ് പോള അതൊക്കെയാണ് ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. എനിക്കെല്ലാത്തും നല്ല ഇഷ്ടമായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാ സ്നാക്സും. വേറെയും ഒരുപാട് സ്നാക്സ് ഉണ്ടായിരുന്നു. ഞാനൊരു 2-3 ഐറ്റം മാത്രമേ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുള്ളൂ. മക്കൾക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട്. മോൾക്ക് ക്യാരറ്റ് പോളൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ നല്ല വെറൈറ്റി ഡ്രിങ്കുകളും ഹോം മെയ്ഡ് കേക്കും ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടോഫി കേക്കും വാഞ്ചോ കേക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കേക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഞങ്ങൾ വാങ്ങിയത് വാഞ്ചോ കേക്കായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നല്ല ഇഷ്ടമായിട്ടുണ്ട് എനിക്ക്. ഞാനത് പറയുകയും ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി കേക്കായിരുന്നു. പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം ഉണ്ടായിരുന്നു. താമരമുട്ട് കപ്പ പായസം. ലുലുവിൽ നടന്ന പായസം കോമ്പറ്റീഷനിൽ ഈ ഒരു പായസം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റാണ്. ലുലുവിൽ നടന്ന പായസ മത്സരത്തിൽ വിജയിച്ച ആസിഫയാണ് ഈ ഒരു പായസം തയ്യാറാക്കിയിട്ടുള്ളത്. നല്ല വെറൈറ്റി പായസങ്ങൾ കാണാൻ ആഗ്രഹമുള്ളവർ ഓണം സെലിബ്രേഷൻ്റെ വ്ളോഗൊന്ന് കണ്ടു നോക്കൂ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഫ്രൂട്ട് സലാഡും വെർമിസെല്ലി ബൈറ്റ്സൊക്കെയാണ് ആസിഫൻ്റെ സ്റ്റാളിലുണ്ടായിരുന്നത്. അപ്പോൾ താമരമുട്ട് കപ്പ പായസം ഞാൻ ഒന്നും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്തു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നല്ല നാടൻ നെയ്യപ്പം, മസാലച്ചായ, പായസം ഇതൊക്കെ ഉണ്ടായിരുന്നു. ഓരോ സ്റ്റാളിലും നല്ല വെറൈറ്റി ഫുഡാണ് ഉണ്ടായിരുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാവരുടെ ഫുഡും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു ഫുഡ് ഫെസ്റ്റിൽ പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. എനിക്കും തന്നെ വരാൻ പറ്റിയതുകൊണ്ട് നിങ്ങളെല്ലാവരുടെ ഫുഡും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റി. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫുഡ് കഴിച്ച ശേഷം ഞങ്ങൾ ലുലുവിന്ന് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയി. ഈ വരുന്ന സെപ്റ്റംബർ 23 സൗദി നാഷണൽ ഡേ ആണ്. സൗദിയുടെ 89ാമത്തെ ദേശീയ ദിനം. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നാഷണൽ ഡേൻ്റെ സെലിബ്രേഷനൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. കുട്ടികൾക്കും ഓഫീസിനൊക്കെ 2 ദിവസം അവധിയാണ്. നാഷണൽ ഡേൻ്റെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ലുലുവിൽ നല്ല വെറൈറ്റി കേക്കുകളുണ്ട്. നല്ല അടിപൊളി കേക്കുകളാണ്. നാഷണൽ ഡേൻ്റെ തീമിലുള്ള കേക്കുകളും ഉണ്ട്. മലബാർ ഫുഡ് ഫെസ്റ്റിൻ്റെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു വീഡിയോ മിസ്സാവാതെ കാണാനും സാധിക്കും. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്